നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് ഫൈവ് ഗൈസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാതിര കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഇനി ഉച്ചക്കലത്തേക്കുള്ള ഞമ്മിലോട്ട് കടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും പൊരിഞ്ഞ പണിയാണ് കേട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുകയാണ്, തട്ടിമുട്ടി ഇങ്ങനെ മേലേനെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സുന്ദുട്ടി ഇവിടെ ക്ലീനിങ് ആണ്. വല്ല കാലത്ത് എടുക്കാനുള്ള ചെയ്യുമ്പോൾ എടുക്കത്തെ പണിയായിട്ട് ചെയ്യുമ്പോൾ ഇത് ഇവിടെ അനങ്ങാൻ പറ്റിച്ച് വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ തുല്യ പങ്കാളിത്തമാണ് ഗൈസ്. അപ്പോൾ ജെയിംസ് ഏട്ടനും ഉണ്ട്, ചേച്ചിയുണ്ട്. അവളവിടെ ചിക്കൻ ഇളക്കുന്നു, ജെയിംസ് ഏട്ടൻ അവിടെ ബീഫ് ഇളക്കുന്നു, ഞാൻ ഇവരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ മെയിൻ പരിപാടി. ഞാനിവിടെ വീഡിയോ എടുത്ത് ഇങ്ങനെ മൂപ്പിച്ച് നിൽക്കുകയാണ് ഗൈസ്. അപ്പം ബീഫൊക്കെ ആയിട്ടോ നല്ല മണം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി കൈയിട്ട് വാരി തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കയ്യിലോണ്ടൊരു കൊട്ട് തരില്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം കൈട്ടിളക്കാൻ നിൽക്കണില്ല. അപ്പോൾ ചിക്കൻ വറുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്തതുണ്ട്, ചിക്കൻ കറിയുണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്, മീൻകറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സർലാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ വിഭവങ്ങൾ ഗൈസ്. അപ്പോൾ ഗൈസ് ബീഫായിട്ടുണ്ട്. ഓ വാഴപ്പൊടി ഗൈസ്, എന്നാലൊരു സുഖം അല്ലേ. നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മരം വെട്ടി വയ്ക്കുക, അതും എന്തെങ്കിലുമൊക്കെ ഇടുക, അതാണ് ക്രിസ്മസ് ട്രീ. പക്ഷേ ഈ ക്രിസ്മസ് ട്രീ നമ്മൾ കുറച്ചായിട്ടുണ്ട്. അപ്പോൾ പൊടി തട്ടി 1-ാം തീയതി കയറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെ നമ്മുടെ നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവിടെ തന്നെ പുൽക്കൂട് സെറ്റ് ആക്കിയിട്ടുണ്ട്. വൈകുന്നേരം ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല രസമായിട്ടൊക്കെ കാണാൻ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ട്, ഔസപിതാവും മറിയും ഉണ്ണീശൊക്കെ സുന്ദര കുട്ടപ്പനും കുട്ടപ്പത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തപ്പല് കിട്ടിയ പടക്കങ്ങളാണ് കേട്ടോ. ഇത് എന്നാ മേടിച്ചെന്നൊരു പിടുത്തില്ല. ഇതിപ്പോൾ ഞാൻ ന്യൂ ഇയറിനോ ക്രിസ്മസിൻ്റെ വൈകുന്നേരം എങ്ങനെയൊക്കെ പൊട്ടിക്കാന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ബ്രോഡ്വേന്ന് മേടിച്ചിട്ടുള്ള സംഭവമൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ അകത്ത് കയറിയപ്പോൾ പിന്നെ കേക്ക് വായില്ലാണ്ട് എന്താഘോഷം. പിന്നെ പോർക്കൊക്കെ ആയി. അപ്പോൾ 2 കഷ്ണം തിന്നാന്ന് വിചാരിച്ചു, ഒരു രക്ഷയില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലത്തെ പോർക്കാട്ടോ, കിഡിലം പോർക്കെന്ന് പറഞ്ഞാൽ കിഡിലം പോർക്കാണ്. പെരിഞ്ചീരകൊക്കെ ഇട്ട് നല്ല വറ്റിച്ച് നല്ല രസമായിട്ടുണ്ട് സാധനം വെച്ചേക്കണത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പോർക്കിലാണ് എന്ത് കളിയില്ലേ നമ്മൾക്ക് ക്രിസ്മസിന് പൊളി. ഒടുവിൽ കുളിച്ച് സുന്ദര കുട്ടപ്പയായിട്ട് വന്നിട്ടുണ്ട്. സുന്ദര കുട്ടപ്പയായിട്ടില്ല, കുളിച്ച് റെഡി ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് സുന്ദര കുട്ടപ്പയായിട്ടുണ്ട്. ഇനി ചോറുണ്ണണം. ഇനി നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോകണം ഗൈസ്. അപ്പോൾ ചോറുണ്ണാനൊക്കെ എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നുമില്ല, മണിക്കണി ഒന്നുമില്ല, ഫുഡ് എടുക്കുക, തിന്നാ, പോവുക. പിന്നെ ഇത്രയധികം കാണുമ്പോൾ തിന്നാനും തോന്നില്ല. അതാണ് വേറൊരു സംഭവം. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ ഗൈസ്? എനിക്ക് ഇത്രയധികം സംഭവങ്ങൾ കാണുമ്പോൾ വിശപ്പം അങ്ങോട്ട് കെട്ടാൻ പോകും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും തിന്നാനും പറ്റൂല. അതാണ് അവസ്ഥ. അപ്പോൾ എല്ലാതും വിളമ്പിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാതും വിളമ്പണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാതും തിന്നാനല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ എല്ലാത്തിൽ നിന്നും കുറച്ച് ഈശ് എടുക്കണമല്ലോ. അങ്ങനെ എല്ലാം കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വെക്കണത് മുഴുവൻ ഒന്നും വേസ്റ്റ് ആവാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ കുഞ്ചൂസാണെങ്കിൽ അതെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ചിക്കൻ കറി മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്, തൃശ്ശൂർ എത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ചായയും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. കാരണം ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. അങ്ങനെ ജെയിംസ് സാറിൻ്റെ വീട്ടിൽ പോയി അപ്പാപ്പനെയും അമ്മാമ്മേനെയൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ അവരോട് വർത്താനവും ടാറ്റയും ബൈയും ഒക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പഴു പള്ളിയിലത്തെ ട്രീകൾ ഉണ്ടാക്കി വെച്ചിട്ട് കാണാനായിട്ട് പോയേക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ നല്ല രസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതുമിക്കാൻ നോക്കണ്ടെന്നൊരു പിടുത്തില്ല, രസമായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് വയ്യാണ്ടായി. കാരണം ഏത് നോക്കണം എന്നൊരു പിടുത്തല്ല. കാരണം എല്ലാം നല്ല രസമായിട്ടുണ്ട്. ഇത് എന്തോരം പണിയെടുത്തുണ്ടാവില്ല. നിസാരം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പുൽക്കൂട് ഉണ്ടാക്കണമെങ്കിൽ പണി നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എത്ര നാൾ മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെ പണികൾ എടുത്തിട്ടുണ്ടാവും. രസമായിട്ടുണ്ട്, കണ്ണെടുക്കാൻ തോന്നില്ല. നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഇവർക്ക് പള്ളിയിലെ സ്ഥലം കുറേ ഉള്ള കാരണം ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനും നല്ല രസമായിട്ടുണ്ട്.
എല്ലായിടത്തും ട്രീകളുണ്ട്, പക്ഷെ കുറേയൊക്കെ വെള്ള ട്രീ, അതായത് മഞ്ഞ് പറഞ്ഞ ട്രീ ഉണ്ട്, അതുപോലെ തന്നെ പച്ച കളറുള്ള ട്രീ ഉണ്ട്. നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. കുറേ തൊപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പപ്പൻ്റെ. അങ്ങനെ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ സെറ്റപ്പാണ്. അതായത് നല്ല മരത്തിൻ്റെ കൊമ്പ് കൊണ്ട് വെട്ടി വെച്ച് അതുമ്പോൾ തോരണങ്ങൾ തൂക്കുക അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. ഇത് പിന്നെ നമ്മുടെ മറ്റേ കുന്തിരിക്കത്തിൻ്റെ ഇതില്ല, അത് കൊണ്ടുപോയി വെട്ടി വെച്ചേക്കാണ് കേട്ടോ. പക്ഷെ ഇതിന് ഏതാ ഫസ്റ്റ് അടിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എല്ലാതും നല്ല രസമായിരുന്നു, കണ്ണിനൊരു കുളിർമ്മ. പിന്നെ നമ്മുടെ ഈ സംഭവമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. അപ്പോൾ ഫോട്ടോ സെഷനൊക്കെ നടത്താൻ പറ്റിയ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ ടിറ്റേച്ചിയും ദിവ്യേച്ചിയും ഡിജോയും മമ്മിയും ഓച്ചും ജുവാനും കുട്ടാപ്പും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഒരു ഫ്രഷ് ലൈമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിരിയാമെന്ന് വിചാരിച്ചു. അപ്പം ഫ്രഷ് ലൈമിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പൊളി വൈബിലാണ് കേട്ടോ. അപ്പോൾ കുട്ടാപ്പ് വന്നിട്ട് എത്തിച്ചോക്കുണ്ട്. അപ്പോൾ അവൻ്റെ തലയിൽ മറ്റേ തൊപ്പി പിടിച്ചിടുമ്പോൾ ഡിജോ പറയാണ് തട്ടൊക്കെ ഇട്ട് നിൽക്കേണ്ടത്. അപ്പോൾ തട്ടത്തിൽ മറിയത്തില്ല പാട്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ ജെയിംസ് സാറിനുണ്ട്, ചേച്ചിക്കുട്ടിയുണ്ട്, സുന്ദിയുട്ടുണ്ട്, കുഞ്ചുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പൊളി വൈബിലാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ലൈറ്റ് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഈ കൊല്ലത്തെ ക്രിസ്മസും കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെ പോയാലും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എത്തണമല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഗൈസ്, അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തരാ.